നല്ല നാടൻ നെല്ലിക്ക. അപ്പോൾ അത് ഇന്നോട് പറിക്കണം. ഒരു സംഖ്യക്കുണ്ട്. തോട്ടി വെച്ചിട്ട് അവിടെ കുലുക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാലിൻ്റെ താഴെയൊക്കെ ചോട്ടല്ലേ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഫുള്ള് പെറുക്കിട്ടാ. ഇവിടെയൊക്കെ ഉണ്ട്. ഇനി ഇഷ്ടംപോലെ കിട്ടാണ്ട്. ലൈൻ കമ്പി ക്രോസ് ചെയ്ത് പോകണ്ട, ആ പേടി. ദീപ ഉഷാറായില്ലേ? 2 കവർ നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നെങ്കിൽ തേനിലിട്ടേക്കും അല്ലെങ്കിൽ ഉപ്പിലിട്ടേക്കാം. എന്താ നോക്കാം നമുക്ക്. അപ്പോൾ നെല്ലിക്ക ഇഷ്ടം പോലെ കിട്ടി. ഇനി വേണ്ടത് തേനാണ്. അപ്പോൾ നല്ല തേൻ വേണം, നല്ല കട്ടിയുള്ള തേൻ വേണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തും നമ്മുടെ നാട്ടുകാരനുമായിട്ടുള്ള മുസ്തഫാൻ്റെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മുസ്തഫ 1 വർഷം മുന്നേ തന്നെ ഈ തേനിൽ നെല്ലിക്ക ഇട്ടിച്ചിട്ട് അതിൻ്റെ അവസാന ഭാഗമാണ് ഈ കാണുന്നത്. ഞാൻ ഗ്ലാസ്സിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഒന്ന് കുടിച്ച് നോക്കി. വയറ് കത്തിക്കള, നല്ല വിശപ്പ് ഫീൽ ചെയ്യുക, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അരിഷ്ടം. വീഡിയോ ഒരു പ്രൊമോഷനില്ല കേട്ടോ, സുഹൃത്താണ്. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവനക്ക് തേൻ്റെയും അതുപോലെ തന്നെ ഊതിൻ്റെയും അത്തറിൻ്റെയും ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ട്. തേൻ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്ന പരിപാടികൾ കാലങ്ങളായിട്ട് മുസ്തഫ ചെയ്യും. അപ്പോൾ മുസ്തഫാൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 3 കിലോ അടിപൊളി കട്ടിയുള്ള തേൻ വാങ്ങിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. എനിക്കിവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നാണ് ഞാൻ ഈ നെല്ലിക്ക കൊണ്ടുവന്നത്. അന്ന് തന്നെ വൈഫ് നല്ല ക്ലീൻ ചെയ്ത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകിയതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം അതിലുണ്ട്. പക്ഷേ വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ആയതിന് ശേഷമാണ് ഈ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു അല്ലാതെ വേറൊരു പ്രോബ്ലംസും ഇല്ല. ഈ കാരണം വെച്ച് കഴിഞ്ഞാൽ തേന് കംപ്ലീറ്റ് ഇത് വലിച്ചെടുത്തിട്ട് നെല്ലിക്കനെ ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെറുതാക്കി മാറ്റും. അതിലുള്ള എല്ലാ സത്തും കാര്യങ്ങളും വലിച്ചെടുക്കും നമ്മുടെ തേന്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന തേൻ ഇതാണ്. 3 കിലോനാണ് കേട്ടോ, 3 ലിറ്റർ അല്ല, 3 കിലോനാണ്. തേൻ വിൽക്കുമ്പോൾ കിലോ ബേസിലാണ് കൊടുക്കുന്നത് എന്ന് എനിക്കറിയാൻ സാധിച്ചു. എനിവേ നെല്ലിക്ക കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് വരെ തേൻ ഒഴിക്കും. ഞാൻ ആദ്യം കരുതിയത് ഈ തേനൊന്നും ഇതിനെ തികയില്ല എന്ന് കരുതിയിരുന്നു. പക്ഷേ ഫൈനലി കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം കുറച്ച് തേൻ ബാക്കിയായി നമുക്ക്. ഞാൻ മാക്സിമം ഫില്ല് ചെയ്യാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തേൻ ഇപ്പോൾ കുടിക്കാൻ വേണ്ടി കൊടുത്തിട്ടല്ല, ഈ തേൻ ഈ നെല്ലിക്കൽ ഒഴിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഫില്ല് ചെയ്യുക. എന്നിട്ട് നെല്ലിക്ക കണ്ടെയ്നർ നല്ല രീതിയിൽ ക്ലോസ് ചെയ്യുക. എയർ ഒരിക്കലും പുറത്ത് പോകരുത്. ഇനി നമുക്കൊരു 40 ദിവസം ഇത് വെക്കണം. 40 ദിവസം കഴിഞ്ഞിട്ട് വേണം ഈ അരിഷ്ടം കുടിക്കാൻ. അതിൻ്റെ മുന്നായിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഈ ജസ്റ്റ് ഇതിൻ്റെ ടോപ്പ് വീട്ടായിട്ട് എയർ നിറയണം. അത്രമാത്രം ചെയ്താൽ മതി. ഫൈനലായിട്ട് ഇങ്ങനെ ആകുമെന്നാണ് പറയുന്നത്. തുടർച്ചയായിട്ടുള്ള 40 ദിവസം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് സക്സസ് ആയാലും ഫെയിൽഡ് ആയാലും അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.